പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനേ എല്ലാവരോടുമായിട്ടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഒരു ദിവസം എത്ര സമയം ഉറങ്ങും? എത്ര മണിക്കൂർ ഉറങ്ങും? ചിലപ്പോൾ അതിന് 6 അല്ലെങ്കിൽ 5, ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ആയിരിക്കും ഉത്തരം. നമ്മൾ ഈ ലേറ്റ് നൈറ്റ് റൈഡ് പോകും, സിനിമ കാണും, ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യും. പക്ഷെ വേണ്ടത്ര ഉറങ്ങാറുണ്ടോ? നമുക്കിങ്ങനെ സന്തോഷം കണ്ടെത്താനും അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുള്ളപ്പോൾ എന്തിന് ഈ സമയത്തൊക്കെ ഉറങ്ങി തീർക്കണം അല്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഞാൻ പറയട്ടെ. മതിയായ സമയം നമ്മൾ ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ ഒന്നും ചെയ്ത് സന്തോഷിക്കാൻ നമ്മളുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠനങ്ങളൊക്കെ അനുസരിച്ച് ഒരു ആവറേജ് അഡൾട്ട്, അതായത് പ്രായപൂർത്തിയായവരൊക്കെ 6 to 8 hours വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. ജപ്പാനിലെ ആവറേജ് സ്ലീപ്പിംഗ് അവർ എത്രയെന്നറിയാവോ? 5 മണിക്കൂർ 59 മിനിറ്റ് ആണ്. അതേപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഇതേപോലെ സ്ലീപ്പിംഗ് അവേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ പറഞ്ഞിരിക്കുന്ന സ്ലീപ്പിംഗ് അവർ എന്ന് പറയുന്നത് 6 മണിക്കൂർ അതേപോലെ 8 മിനിറ്റ് ആണ്. സ്വീഡനും 6 മണിക്കൂർ 8 മിനിറ്റ് ആണ്. ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിലോ, ഇന്ത്യ പറയുന്നതും 6 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ മിനിമം ഉറങ്ങിയിരിക്കണം എന്നാണ്. ഇത് ഓരോ രാജ്യങ്ങളും പൗരന്മാർ ഉറങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. 7.5 മണിക്കൂർ പരമാവധി ഒരു മനുഷ്യൻ 7.5 മണിക്കൂർ ഉറങ്ങണമെന്നാണ് സയൻസ് പറയുന്നത്. ഒരു മനുഷ്യൻ കുറഞ്ഞത് ഈ 7.5 മണിക്കൂർ എന്ന് പറയുന്ന ഓരോ രാജ്യങ്ങളും അവരുടെ പൗരന്മാർ ഉറങ്ങണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ സയൻസ്, നമ്മുടെ ശാസ്ത്രം പറയുന്നു 8.5 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങണമെന്നാണ്. ഈ സമയത്തിനുള്ളിൽ 5 മണിക്കൂർ 90 മിനിറ്റ് ആ സമയമാണ് നമ്മൾ എല്ലാ രീതിയിലും ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുക. അതായത് നമ്മുടെ കണ്ണും മനസ്സും ഹൃദയവും ഒക്കെ ഉറങ്ങി നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കുന്നത് 5 മണിക്കൂർ 90 മിനിറ്റ് ആണ് ഈ 8.5 മണിക്കൂർ ഉറക്കത്തിൽ. മറ്റ് ഏജ് ഗ്രൂപ്പുകാരുടെ കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അഡൾട്ടിൻ്റെ കാര്യമാണ്. മറ്റ് ഏജ് ഗ്രൂപ്പുകാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ബോൺ ബേബീസ്, കുഞ്ഞ് മക്കളൊക്കെ 3 മാസം വരെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ 14 മുതൽ 17 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ്. അത് കഴിഞ്ഞ് 4 മുതൽ 12 മാസം വരെയുള്ള കുട്ടികൾ 12 മുതൽ 14 മണിക്കൂർ വരെ ഉറങ്ങണം. അതിനുശേഷം 1 വയസ്സിനും 2 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ 11 മുതൽ 14 മണിക്കൂർ വരെയും 3 വയസ്സ് മുതൽ 5 വയസ്സിനിടയിലുള്ള പ്രായമുള്ള കുട്ടികളൊക്കെ 10 മുതൽ 13 മണിക്കൂർ വരെ ഉറങ്ങണമെന്നുമാണ് പറയുന്നത്. ഇനി സ്കൂൾ ഏജിലേക്ക് പോകുമ്പോൾ കുട്ടികളൊക്കെ ഇപ്പം 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളവരാണെങ്കിൽ 9 മുതൽ 12 മണിക്കൂർ വരെ അവർ ഉറങ്ങണം. അതിനുശേഷം 13 മുതൽ 18 വയസ്സ് വരെ ഉള്ളവർ 8 മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ അഡൾട്ട്സിലേക്ക് വരുമ്പോൾ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായക്കാർ 7 മണിക്കൂറിന് മുകളിൽ ഉറങ്ങണം എന്നുള്ളതാണ്. 61 മുതൽ 64 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ 7 to 9 വരും. അതേപോലെ തന്നെ ഇനി 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ അവർ അതിലും കൂടുതൽ സമയം, അതായത് 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ പരമാവധി ഉറങ്ങേണ്ട സമയം. ഇനിയാണ് ചോദ്യം, നമ്മൾ എപ്പോൾ ഉറങ്ങണം എന്നുള്ളത്. നമ്മൾ എപ്പോൾ ഉറങ്ങണം എന്നുള്ളതിന് ശാസ്ത്രീയമായ ആദ്യത്തെ ഒരു ഉത്തരം നമ്മൾ തന്നെ ആ ഉറക്കം തീരുമാനിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ശാസ്ത്രീയമായുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഒരു ദിവസം നമുക്ക് 2 നേരം ഉറങ്ങാം. അത് രാത്രി നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നാണ് സയൻസ് പറഞ്ഞത്. അതായത് ബിറ്റ്വീൻ 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഉച്ചയ്ക്ക് നമുക്കൊരു ഉറക്കം ഉറങ്ങാം. ആ സമയം നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ശാസ്ത്രം പറയുന്നത്. അതേപോലെ അല്ലാണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു സമയം, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റതിനു ശേഷം രാത്രി എപ്പോൾ കിടക്കണമെന്ന് ചോദിച്ചാൽ സയൻസ് പറയും 8 മണിക്ക് കിടന്നുറങ്ങി 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക് നമ്മളൊക്കെ എഴുന്നേൽക്കണം എന്ന് പറയും. നമ്മുടെ ഈ വേദങ്ങളൊക്കെ പറയുന്ന വേദശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് വെളുപ്പിന് 3:30 എഴുന്നേൽക്കണമെന്നാണ്. അതൊന്നും നമ്മളെ സംബന്ധിച്ച് നടപ്പുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഈ ഷിഫ്റ്റിലൊക്കെ പണിയെടുക്കുന്നവർക്കൊന്നും ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത്. പക്ഷേ എങ്കിലും നമ്മൾ ഏറെക്കുറെ ഇതുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് കിടന്നുറങ്ങിയാൽ വളരെ നല്ലത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉറങ്ങിയില്ലെങ്കിൽ, വൈകി ഉറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. കാരണം രാത്രി വൈകി ഉറങ്ങുന്നവരാണ് ഞാൻ ഉൾപ്പെടെ പകുതിയോളം മനുഷ്യരും. പക്ഷേ ഇങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങിയാൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഭീകരമായിട്ടും ഡിപ്രഷനിലേക്ക് പോകും എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. കാരണം 7 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ആഴത്തിലുള്ള ഉറക്കം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ
പുലർച്ചെ ഒരു 2 മണിക്കൊക്കെ നിങ്ങൾ ഉറങ്ങാൻ കിടന്നു എന്ന് വിചാരിക്കുക. പിന്നീട് അങ്ങോട്ട് ഒരു 7 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ, നമ്മുടെ ഫുൾ ഒരു ഉറക്കം കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അത് ഒരു പക്ഷേ സേഫാണ്. ഒരു 7 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടും. അവിടെയും ഒരു കുഴപ്പമുണ്ട്. രാവിലെ ഇപ്പോൾ 2 മണിക്ക് നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നമുക്കൊരു 9-10 മണി വരെ ഉറങ്ങിയാൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന 7 മണിക്കൂർ കംപ്ലീറ്റ് ആവും. പക്ഷേ നിങ്ങളുടെ ആ ഉറക്കം ഗാഠമാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതല്ലെങ്കിൽ അത് നിങ്ങളെ ഗുരുതരമായ രോഗങ്ങളിലേക്ക് കൊണ്ടുവിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഗുരുതരമായ രോഗങ്ങൾ ഏതൊക്കെയാ? കാർഡിയോ വാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്ക് ഈ വൈകി ഉറക്കം നിങ്ങളെ എത്തിക്കും. അതേപോലെ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം വരും. പഠനങ്ങളൊക്കെ അനുസരിച്ച് ഉറക്കക്കുറവ് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന് പോലും കാരണമാകുന്നു എന്നാണ്. പുരുഷന്മാരിലാകട്ടെ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഉറക്കക്കുറവ് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ലെന്നേ, ഈ ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളൊക്കെ അനുസരിച്ച് ഈ ഒരു ദിവസം മാത്രം ഉറക്കം നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ DNA-ക്കൊക്കെ മാരകമായ ഡാമേജ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഉറക്കക്കുറവ് നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് അറിയാമോ? ഒന്നാമത്തേത് ആങ്സൈറ്റിയാ, മാനസിക സമ്മർദ്ദം നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാകും. രണ്ടാമത്തേത് നമ്മളൊക്കെ ഡിപ്രഷനിലേക്ക് പോകും. നമ്മുടെ ലോകത്ത് ഉറക്കക്കുറവുള്ള മനുഷ്യർ ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് കൊറിയയിലും ജപ്പാനിലുമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചറിയാം, ഈ 2 രാജ്യങ്ങളിലും ആത്മഹത്യാ നിരക്ക് ഭയങ്കരം കൂടുതലാണ്. ലണ്ടനിലെ കിങ് കോളേജ് 2016 ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ പഠനത്തിൽ കണ്ടെത്തിയത് നന്നായി ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം 385 കിലോ അധികമായി കാലറി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ്. അതായത് നമ്മൾ ഒരു ദിവസം ഒരു 4 സ്ലൈസ് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം അമിതമായിട്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഒരു ദിവസം മാത്രം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ആ പഠനം. ഇനി ഞാൻ ഇത്രയും നേരം സംസാരിച്ച ഈ ഒരു സ്റ്റോറിയുടെ മോറൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ആരെയും സഹായിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഈ ഉറക്കക്കുറവ് ഒരു കൂട്ടരെ സഹായിക്കുന്നുണ്ട് താനും. അത് നമ്മുടെ വിപണിയാണ്, നമ്മുടെ മാർക്കറ്റാണ്. വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇപ്പം നമ്മൾ 1880-കളിലൊക്കെ മനുഷ്യൻ 10 മണിക്കൂർ വരെ ഉറങ്ങുമായിരുന്നു. എഡിസൺ ബൾബ് കണ്ടുപിടിച്ചിട്ട് 145 വർഷങ്ങളാകുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ടാബ്ലറ്റുകളുണ്ട്. പക്ഷേ രാത്രി ബെഡ് ടൈമിൽ നമ്മൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്യും അല്ലേ? ഇതിൽ നിന്നും വരുന്ന ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഘടകത്തെ കൂടുതലായും ഉൽപ്പാദിപ്പിക്കും. ഈ കോർട്ടിസോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിൽ ഉറക്കമില്ലായ്മ വരും. കാരണം നമുക്ക് ആ ബ്ലൂ ലൈറ്റ് വരികയാണെങ്കിൽ പിന്നീട് ഉറക്കമുണ്ടാകില്ല. ഇന്ന് നമ്മുടെ ഒക്കെ ഉറക്കക്കുറവ് ഒരു വലിയ മാർക്കറ്റാണെന്നേ. കോടികളുടെ സ്ലീപ്പ് ടെക് ഡിവൈസ് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൻ്റെ 48.5% ഇൻസോമാനിയ സെഗ്മെന്റ്, അതായത് കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് ഉള്ളവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. 2026 ഇതിൽ 16.6% കൂടി വർധനവുണ്ടാകും എന്നാണ് ഈ കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. പുരുഷന്മാരെയൊക്കെ അപേക്ഷിച്ച് 50% സ്ത്രീകളും ഉറങ്ങാൻ ഇന്ന് സ്ലീപ്പിംഗ് ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട സംഭവമേ അല്ല. നമുക്ക് ഇന്ന് മുതലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണുകൾ ബെഡ് ടൈമിൽ മാറ്റിവെക്കാം. വെബ് സീരീസുകൾ പോസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്വപ്നം കാണാനും ജീവിത വിജയം കൈവരിക്കാനും ഒരു പക്ഷേ നമ്മൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം.